ഭൂമിയിൽ ജീവനുണ്ടായത് ഏതെങ്കിലും ഉൽക്കാപ്രവാഹത്തിൻ്റെ കൂട്ടിയിടിയിൽ നിന്ന് ഭൂമിയുടെ ഉൾക്കാമ്പിലേക്ക് കത്തിജ്വലിക്കുന്ന ആ തീഗോളം കടന്നു ചെല്ലുകയും ഉള്ളിൽ തീയാവുകയും പുറം വൽക്കം തണുക്കുകയും ദീർഘകാലങ്ങൾ ആയി പരിണമിച്ച് ജീവനുണ്ടായി എന്ന് പറയുന്നൊരു സങ്കല്പമൊക്കെ ഉണ്ട്. എന്തായാലും ഭൂമിയുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പരിണാമവും അതിൻ്റെ ഘട്ടത്തെയും ഇനം തിരിച്ച് പറയുന്ന ഒരു ശാസ്ത്രസങ്കല്പമാണ് ഇന്ന് നിലനിൽക്കുന്നത്. എർത്ത് ഏജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതായത് നമ്മളുടെ ജീവിതക്രമങ്ങളെയും ഓരോ കാര്യങ്ങളെയും ആയുസ്സിനെയും ഒക്കെ നമ്മൾ കാണുന്നത് വർഷം, മാസം, ആഴ്ച, മണിക്കൂർ, മിനിറ്റ് എന്നൊക്കെ നമ്മൾ തിരിക്കുന്നത് പോലെ ഭൂമിയുടെ പ്രായത്തെ, ഭൂമിയുടെ മാറ്റത്തെ കുറേ ഇതേപോലുള്ള ഒരു ഏജായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ 3 ചുരുക്കാം. ഒന്ന് ഡീപ്പ് ടൈം എന്നാണ് അറിയപ്പെടുക. ഡീപ്പ് ടൈം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊക്കെ കാണാം. അത് നമ്മൾ ഈ സാധാരണ വാട്സപ്പിലൊന്നും അല്ല നോക്കണ്ട. നിങ്ങൾ സയൻസിൻ്റെ സൈറ്റുകളുണ്ട്, വലിയ ലൈബ്രറിയുടെ സൈറ്റുകളുണ്ട്, ഗവേഷണ സൈറ്റുകളുണ്ട്. അതൊക്കെ നോക്കിയാൽ അതൊക്കെ കിട്ടും കേട്ടോ. ചിലതിന് പൈസ അടയ്ക്കണം, ചിലതിന് പൈസ അടയ്ക്കാതെ തന്നെ നമുക്കതിൻ്റെ നക്കൽ കിട്ടും. അതായത് ഇങ്ങനെയാണ്. ഈനോസ്, ഇറാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇനോസ്, പീരിയോഡ്സ്, ഇപ്പോക്ക്, ആന്ത്രോപോസീൻ എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ പ്രായത്തിനെ ഇനം തിരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെ 3 തിരിക്കാം. ഡീപ്പ് ടൈം, ഹോളോസീൻ, ആന്ത്രോപോസീൻ എന്നാണ്. ഇതിൽ ഈ അവസാനത്തെ കാലഘട്ടത്തിലെ ആന്ത്രോപോസീൻ യുഗത്തെ പറ്റിയാണ് ഒന്ന് പറയാം. ആന്ത്രോപോസീൻ യുഗം എന്നത് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ഭൂമിക്കുണ്ടായ, കാലാവസ്ഥയിലുണ്ടാകുന്ന, ജീവിതത്തിലുണ്ടാകുന്ന, ഭൂമിയുടെ ഘടനയിൽ മാറ്റം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ആന്ത്രോപോസീൻ യുഗം എന്ന് അറിയപ്പെടുന്നത്. അതായത് ആഗോളതാപനം, അന്തരീക്ഷത്തിൻ്റെ പൊടിപടല വർധനവ്, വൻ കാട്ടുതീ, ഹിമദ്രവീകരണം, സമുദ്രത്തിൻ്റെ ഉയർച്ച, സമുദ്ര അമ്ലീകരണം, പ്ലാസ്റ്റിക് മറ്റുമൊക്കെ അങ്ങനെ ഒത്തിരി ഇതിൻ്റെ ഭാഗമായിട്ടാണ്. മേഘസ്ഫോടനം, കാലാവസ്ഥാ വ്യതിയാനം, പ്രളയം, മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ, ഇങ്ങനെ മനുഷ്യനിർമ്മിതമായ ഭൂമിക്കുണ്ടാകുന്ന വ്യതിയാനം കാരണം, ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണം മനുഷ്യവംശത്തിൻ്റെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെയാണ്, അത്ര ഒരു യുഗത്തെയാണ് ആന്ത്രോപോസീൻ ഏജ് എന്ന് വിളിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഈ ചൂട് കൂടിയ സമയത്ത് ടി വിയിലൊക്കെ നമ്മൾ കുറേ കൂടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാലാവസ്ഥ വരുന്ന വർഷവും ഇതിനേക്കാൾ ചൂട് കൂടുമെന്നാണ് പറയുന്നത്. ഇല്ലേ? അടുത്ത 10 വർഷത്തിനുള്ളിൽ മനുഷ്യവംശം തന്നെ തീരുമെന്ന് ശാസ്ത്രത്തിൻ്റെ ചില പ്രബന്ധങ്ങൾ വന്നു എന്നൊക്കെ ചർച്ചയുണ്ട്. ഇതൊക്കെ നമുക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതാനുഭവത്തിൽ പണ്ടത്തെ കാലാവസ്ഥയല്ല. സമുദ്രം കള്ളക്കടൽ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ്. പക്ഷെ കടലോരങ്ങളിൽ അത് കേൾക്കുന്നുണ്ട് കേട്ടോ. കള്ളക്കടൽ എന്ന് പറയുന്നൊരു പ്രതിഭാസം. കടൽ ഉള്ളിലേക്ക് വലിയുന്നു, കടൽ കലങ്ങി മറിയുന്നു, അല്ലേ? കടലിൻ്റെ ഉയർച്ച കൂടുന്നു, കടലിൻ്റെ ചൂട് കൂടുന്നു, അല്ലേ? ഹിമ പാളികൾ ഉരുകിത്തീരുന്നു, ഓസോൺ പാളിക്ക് നാശങ്ങൾ വരുന്നു, ചൂട് കൂടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യവംശം തന്നെ കുഴപ്പത്തിലെത്തി, മനുഷ്യവംശം തീരും. ഈ മനുഷ്യവംശം തീരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്ന പണി മനുഷ്യവംശത്തെ നിലനിർത്താൻ സഹായിക്കുന്നതാണോ അല്ലയോ? ഒറ്റ ചോദ്യമാണ്. ഒരു ചോദ്യത്തിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഫയലിൽ എന്തിരിക്കുന്നു, ഒരു ജീവിതമുണ്ടോ എന്ന് പറയാൻ കഴിയുന്നതിനപ്പുറത്ത് ഒരു ചോദ്യത്തിൽ ഒരു മനുഷ്യവംശമുണ്ട് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്തണം. അതായത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ മനുഷ്യവംശത്തെ നിലനിർത്താൻ
ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരം ഇന്നത്തെ മനുഷ്യവംശത്തെ നിലനിർത്താൻ സഹായിക്കുന്നതാണോ അല്ലയോ? ഏറിയ പങ്കും എന്താണ്, മുക്കാലെ അരയ്ക്കാൻ, ഞങ്ങളിവിടെയൊക്കെ പറയുന്ന ഭാഷയാണ്, ഇവിടൊക്കെ എങ്ങനെയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. രാഷ്ട്രീയ നേതൃത്വങ്ങളും എക്സ് ഓർ വൈ ആരുമല്ല. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞിടയ്ക്ക് പല സമ്മേളനങ്ങൾ നടന്നപ്പോഴും മാർക്സിസ്റ്റുകാരന് പാറമടക്കാരൻ്റെ അടുത്ത് നിന്ന് പോയി കാശ് വാങ്ങിച്ചു, കോൺഗ്രസ്സുകാരനും വാങ്ങിച്ചു. പഞ്ചായത്തുകാരനായ കോൺഗ്രസ്സുകാരൻ പിരിവി എന്നവൻ പറയും, നിങ്ങളെ നേതാവ് വന്ന് 50,000 വാങ്ങിക്കണം, ഞാൻ ഇനി എവിടെ എടുത്തിട്ട് തരാനാണ്. അതാണ് വിഭവങ്ങൾ കൊള്ളയടിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കും. എക്സാലോജിക്കിൻ്റെ കഥ കേട്ടോ നിങ്ങൾ? ഞങ്ങളൊക്കെ അവിടെ സമരത്തിന് പോയി ഇരുന്നിട്ടുള്ളവരാണ് കേട്ടോ. ഈ അവിടെ എന്താണ് തോട്ടപ്പള്ളിയിൽ എല്ലാ രാഷ്ട്രീയക്കാരനും ആ മണൽ ഖനനത്തിൽ നിന്നും വിഹിതം പറ്റിയിട്ടുണ്ട്. ചിലർ പച്ചയായിട്ട് അങ്ങ് സമ്മതിച്ചു, ഞങ്ങൾക്ക് ഫണ്ട് തന്നാണ്. ചിലർ സമ്മതിക്കുന്നില്ല. ഇത്രയൊരു വ്യത്യാസം. പക്ഷെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നു. അതിനപ്പുറത്ത് ആലപ്പാട്ടെന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് തീർന്നേ ഇതുപോലെ കടൽ മണ്ണ് കയറി കൊണ്ടുപോയതാണ്. നിങ്ങൾ പോയി നോക്കും, വെറുതെ പറയുന്നതൊന്നുമല്ല. ആലപ്പാട് പഞ്ചായത്ത് തീർന്ന്, ഇനി തോട്ടപ്പള്ളിയും തീരും. ഒരു 10 വർഷത്തിനുള്ളിൽ തോട്ടപ്പള്ളിയും തീരും. കടലാക്രമണങ്ങൾ, കടലിൻ്റെ കലങ്ങി മറിയുന്ന പ്രതിഭാസം, പിന്നെ കടൽക്ഷോഭങ്ങൾ, ഇങ്ങനെയുള്ള വളരെയധികം പ്രശ്നങ്ങൾ അവിടുത്തെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സമരത്തിലാണ്. 1000-ലധികം ദിവസം കഴിഞ്ഞു അവരുടെ സമരത്തിന്. ഇതാരെങ്കിലും ഫണ്ട് കൊടുത്തിട്ട് സമരം നടത്തുന്നില്ല. അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സമരമാണ്. അവർ ഇരയാവുകയാണ്. വിഭവങ്ങൾ ചോർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ വിഹിതം എല്ലാ രാഷ്ട്രീയക്കാരനും പറ്റുന്നു. അതിപ്പോഴും കണ്ടിവിടെ നമ്മളുടെ ഇവിടുത്തെ സംഭവം ഉണ്ടല്ലോ, നമ്മളുടെ മണിപ്പൂരിലെ പാറമടകൾക്ക് എതിരായി അവിടുത്തെ ആളുകളെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ച് ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടിരിക്കുന്നതും കഞ്ചാവ് കൃഷി നടത്തുന്നതിനെ അടിച്ചമർത്താൻ നോക്കിയതാണെന്നാണല്ലോ യുവമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലേ? അതിൻ്റെ വിഹിതം എവിടെ പോകുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിഹിതം എവിടെ പോകുന്നു? ബി ജെ പി കിട്ടിയതിനെ പറ്റി ഒരു മിണ്ടാട്ടോ ഇല്ലല്ലേ? എല്ലാ രാഷ്ട്രീയക്കാരനും ഈ ഭൂമിയുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഇത് മാത്രമാണോ? ഇന്ത്യയിൽ വ്യാവസായിക വികസനം നടക്കാത്തത് കൊണ്ട്, കാർഷിക വ്യാവസായിക ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസനം നടക്കാത്തത് കൊണ്ട്, അഥവാ ഭൂപരിഷ്കരണത്തെ തുടർന്ന് കേരളം വികസിക്കേണ്ടിയിരുന്നത് നടക്കാതെ പോയതുകൊണ്ട്, മറ്റു രീതിയിൽ രാഷ്ട്രീയക്കാർ കാശുണ്ടാക്കുകയാണ്. രാഷ്ട്രീയം തൊഴിലാക്കിയവരുടെ വർഗം മനുഷ്യവംശത്തിന് ഭീഷണിയായ തീരുമാനങ്ങൾ എടുത്തു പോവുകയാണ്. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല കേട്ടോ. മാർക്സിസ്റ്റുകാരും മനുഷ്യരാണ്. അവനും അവൻ്റെ മക്കൾക്കും ഇവിടെ ജീവിക്കണം. ഇപ്പോൾ അവിടെ ലോൺ കൊടുത്തിട്ട് പൈസ വേണമെന്ന് തിരിച്ച് പറഞ്ഞിട്ട് മാർക്സിസ്റ്റുകാർ തന്നെയാണ് സമരത്തിൽ ഒരാഴ്ചയായിട്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാരുടെ അവരും മനുഷ്യരാണ്. അപ്പം അവർക്കും കൂടി ഈ മണ്ണ് വേണം, അവരുടെ തലമുറയ്ക്ക് ഈ മണ്ണ് വേണം. ഈ മണ്ണ് ഇങ്ങനെ പോകാൻ പാടില്ല, വിഭവങ്ങൾ ഇങ്ങനെ പോകാൻ പാടില്ല. ഇത് മാത്രമൊന്നുമല്ല, ഈ വിഷയം മാത്രമൊന്നുമല്ല, യുദ്ധം. ഈ ഒരു 20 വർഷത്തിനുള്ളിൽ ഇത്ര ഹിംസാത്മകമായ യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ടോ? ലോകത്ത് അഫ്ഗാനിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ, ഇറാൻ ഇറാഖ് യുദ്ധം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളുടെ പകുതിയെങ്കിലും മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? പ്രകൃതിക്ക് ഇത്ര നാശം വന്നിട്ടുണ്ടായിരുന്നോ? അവർ ഭയങ്കര രീതിയിൽ എനിക്ക് തോന്നുന്നത് ഈ വേസ്റ്റുകൾ തള്ളുകയാണ്. അവിടെ റഷ്യയിൽ നടക്കുന്ന യുദ്ധം മനുഷ്യനെ തുടച്ചു നീക്കാൻ, അവിടെ ജീവിക്കാൻ പറ്റില്ലെന്നീ. അവിടെ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ആ ഭൂമി കണ്ടാൽ ഏത് മനുഷ്യൻ എത്ര കാലം പണിതാലും ഇനി അവിടെ ജീവിക്കാൻ പറ്റും? ഇനി അവിടെ പുനർനിർമ്മിക്കാൻ യുദ്ധത്തിന് ആയുധം കൊടുത്ത അമേരിക്ക തന്നെ പുനർനിർമ്മിക്കാൻ പാലസ്തീൻകാരന് കാശ് കൊടുക്കും. നമ്മൾ കണ്ടതല്ലേ കുവൈറ്റിൽ. അപ്പം നമ്മളുടെ യുദ്ധം വഴിയും
നമ്മളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ച് ഇപ്പം ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങൾ, രാജ്യത്തിലെ ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് സഹായകരമായ ഭരണമല്ല, രാഷ്ട്രീയ ശക്തിയല്ല, മനുഷ്യവിരുദ്ധമായ ശക്തിയാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് തിരുത്തിയേ പറ്റൂ. ഈ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ മാർക്സിസ്റ്റ് നേതാക്കളുടെ മക്കൾക്ക് വേണ്ടി, ഈ കോൺഗ്രസ്സുകാരുടെ നേതാക്കളുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കൊച്ചുമക്കളും മക്കളുമൊക്കെ വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായി ഇവിടെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ആഗോള വ്യവസ്ഥ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് അമേരിക്കയിലെ ആളുകളെ തിരുത്താനൊന്നും പറ്റില്ല. നമുക്കിപ്പോൾ വാട്സപ്പിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ തിരുത്താൻ പറ്റുന്നതിൽ ഇവിടെ തിരുത്താൻ പറ്റുന്ന ഒരു സജീവ ഇടപെടലിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ആ നിലയിൽ ആന്ത്രോപോസിൻ പാരിസ്ഥിതികമായ സമീപനമുള്ള ഒരു സമൂഹമായി സിവിൽ സമൂഹം, ആ സിവിൽ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ജീവകാരുണ്യം മാത്രമല്ല, മറിച്ച് ജീവകാരുണ്യത്തിനോടൊപ്പം ഒരു കൈ ജീവകാരുണ്യത്തിനാണെങ്കിൽ മറ്റേ കൈ അധികാരത്തിന് മേൽ തിരുത്തുന്ന മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് നമുക്ക് പറയാൻ കഴിയും വിധമുള്ള ഒരു ചോദ്യം ചെയ്യലിൻ്റെയും തിരുത്തലിൻ്റെയും ക്രിയാത്മകമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയിലേക്ക് സിവിൽ സമൂഹം വളരേണ്ടതുണ്ട്. അങ്ങനെ വളരേണ്ടുന്ന ഒരു സിവിൽ സമൂഹ സങ്കല്പമാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മളുടെ പാർലമെൻറ്റ് സമ്പ്രദായം, നമ്മളുടെ ഈ ജനാധിപത്യത്തിന് ഇനിയിപ്പോൾ അതുകൂടെയാണല്ലോ പറയാനുള്ളൊരു വിഷയം. രണ്ട് വിഷയമുണ്ട്. നമുക്ക് ദർശനം എന്നുള്ള വിഷയം തൽക്കാലം നമുക്ക് ഒഴിവാക്കാൻ നിർത്താം. മറ്റൊരു കാര്യമുള്ളത് ജനാധിപത്യത്തെ പറ്റിയാണ്. ജനാധിപത്യത്തിന് നമുക്ക് ജനാധിപത്യമാണ് ആവശ്യം. രാജവാഴ്ച നമുക്ക് വേണ്ട, നമുക്ക് ഏകാധിപത്യം വേണ്ട, നമുക്ക് സൈനിക ഭരണം വേണ്ട. ഇത് വേണ്ടാന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന സമയമൊന്നുമല്ല, ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മറിച്ച്. പക്ഷേ നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് വേണ്ടത് ജനാധിപത്യമാണ്. പൗരന് കൂടുതൽ സ്വാതന്ത്ര്യവും, തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ മണ്ണും വിഭവങ്ങളും പുഞ്ചിരിക്കുന്ന മുഖങ്ങളും കാണാൻ കഴിയുന്ന, സ്വപ്നം കാണാൻ കഴിയുന്ന, മസ്തിഷ്കത്തിന് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് കേവലം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും സർക്കാർ ഉണ്ടാക്കുകയും പാർലമെൻറ്റിൽ പോയി ഭരിക്കുകയും മാത്രമല്ല. ജനാധിപത്യത്തിന് ഒട്ടേറെ മേഖലകളുണ്ട്. വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നത് മുതൽ ഒരു ജീവിത ശൈലിയായും ജീവിത രീതിയായും സ്വീകരിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അധികാരം പറഞ്ഞത് നമ്മളുടെയും കൂടി ക്രോഡീകരിക്കപ്പെട്ട സാധനമാണ് ഈ അധികാരവും ഭരണകൂടവും ഒക്കെ. നമുക്ക് ഭരണകൂടം വേണം. ഈ ഭരണകൂടം ഉണ്ടെങ്കിൽ വിഭവങ്ങളെ ഏകീകൃതമായി, ലോകവ്യവസ്ഥയ്ക്കകത്ത് ജീവിതങ്ങളെ ഏകീകൃതമായി സാധ്യമാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഭരണകൂടം ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. അതുകൊണ്ട് ഭരണകൂടം നമ്മുടേതൂടാണ്, നമ്മുടെ സർക്കാരാണ്. പക്ഷേ നമ്മുടെ സർക്കാരിനെയും രാഷ്ട്രീയക്കാരനെയും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. ആ നിലയിൽ പാർലമെൻ്ററി സമ്പ്രദായത്തിനകത്ത് പാർലമെൻറ്റിന് പല തിരുത്തലുകളും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതുപോലെ തന്നെയാണ് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഇതര മേഖലകളിലും തിരുത്തലുകളും മാറ്റങ്ങളും ആവശ്യമാണ്. പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്? ഒന്ന്, ജനാധിപത്യത്തിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ 4ആയിട്ടാണ് സാധാരണ വിലയിരുത്താറുള്ളത്. ഒന്ന് അതിൻ്റെ പാർലമെൻ്ററി വശം, മറ്റൊന്ന് പാർലമെൻറ്റ് തീരുമാനമെടുക്കുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഭരണകൂട സംഭവം, ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ളവർ. ഭരണകൂടം തീരുമാനിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ ഒരു സാമൂഹ്യക്രമമായി സംരക്ഷിച്ചെടുക്കുന്ന ജുഡീഷ്യറി സമ്പ്രദായങ്ങൾ. ഈ പാർലമെൻറ്റും എക്സിക്യൂഷനും ജുഡീഷ്യറിയും ശരിയായിട്ടാണോ നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പൗരനിൽ ഈ വിവരം കൊണ്ടെത്തിക്കാൻ കഴിയുന്ന, തുറന്ന ഒരു പുസ്തകം പോലെ കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കേണ്ടുന്ന മാധ്യമത്തിൻ്റെ റോൾ. ഇങ്ങനെ 4 തൂണുകളാണ് ജനാധിപത്യത്തിലുള്ളത്. ഈ 4നും പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട്. 4 മേഖലകൾക്കും പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രതിപക്ഷ സമ്പ്രദായങ്ങളും ജനങ്ങൾക്ക് 5 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്ന അതിന് മുമ്പ് ചോദ്യം ചെയ്യാൻ കഴിയണമെന്നാണ്. ഇല്ലെങ്കിൽ ഇവന്മാർ കട്ടുകൊണ്ട് പോകും നമ്മളെ സ്ഥാനാർത്ഥിയെ. മണ്ണും ചാരിയുന്നവൻ നമ്മുടെ പെണ്ണും പിള്ളയും കൊണ്ട് പൊക്കളയും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ കേന്ദ്രീകരണ സമ്പ്രദായത്തിനോടൊപ്പം തന്നെ വികേന്ദ്രീക സമ്പ്രദായം ഉണ്ടാകണം.
പാർലമെന്റ് തീരുമാനിച്ചോ, പക്ഷേ വികേന്ദ്രീകൃതമായ സമ്പ്രദായം കൂടി ഉണ്ടാകണം. കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവുമായ ഭരണ സംവിധാനം ഉണ്ടാകണം. അതൊരു പരിവർത്തനമാണ്. പണ്ട് കാലത്ത് അതില്ലായിരുന്നു. വികേന്ദ്രീകൃതമായ സമ്പ്രദായം ഇതേ രൂപത്തിലില്ലായിരുന്നു. ഇതിനേക്കാൾ മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട്. അതുകൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയ അധികാര മേഖലകളിൽ ഇത്തരം ഒരു പരിവർത്തനം ജനാധിപത്യത്തിനകത്ത് സാധ്യമാണ്. മറ്റൊന്ന് എക്സിക്യൂഷൻ്റെ മേഖലയിലാണ്. എക്സിക്യൂഷൻ്റെ മേഖലയിൽ അനവധിയായ എന്തൊക്കെയാണ് വിവരാവകാശം, സേവനാവകാശം, സുതാര്യത, വിവിധ കമ്മീഷനുകൾ, ഇതേപോലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. പൗരാവകാശ രേഖ, സേവനാവകാശ രേഖ ഇല്ലേ, എക്സിക്യൂട്ടീവ് ചെയ്യുന്നിടത്ത് നമുക്ക് ചീഫ് സെക്രട്ടറി എന്ത് ചെയ്തു, എത്ര പണം ചെലവാക്കി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരാവകാശ നിയമം നമ്മളുടെ കയ്യിൽ ആ ലഭ്യത കിട്ടിക്കഴിഞ്ഞാൽ അവനെ നമുക്ക് കോടതി ചോദ്യം ചെയ്യാം. അത് പണ്ടില്ലാതിരുന്നത് ഇപ്പോൾ ഉള്ളതും കുറച്ചുകൂടെ ജനാധിപത്യത്തെയും സുതാര്യതയെയും സഹായിക്കുന്നത്. സുതാര്യത ഉണ്ടായ ജനാധിപത്യത്തിന് കുറച്ചുകൂടെ സുഗമമായി പ്രവർത്തിക്കാൻ, കാര്യക്ഷമമാകാൻ കഴിയും. പിന്നെ മറ്റൊന്നൊരു ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ സമ്പ്രദായത്തിലെ കോടതികൾ മാത്രമല്ല, ഫാസ്റ്റ് ട്രാക്കുകൾ, ഓരോ വിഷയത്തിനുള്ള പ്രത്യേക കോടതികൾ, ഇതേപോലുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട് ഇല്ലേ. എത്ര ലക്ഷം കേസാണ് സുപ്രീം കോടതി കിടക്കുന്നതെന്ന് ഇന്ന് ഗവൺമെൻറ് പറഞ്ഞു ഇല്ലേ. ലക്ഷക്കണക്കിന് ഒരു കണക്ക് പറയാൻ ഞാൻ പക്ഷേ ഓർക്കുന്നില്ല ഇപ്പോൾ. അത്രയും ലക്ഷം കേസുകൾ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജി വിരമിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് നിലവിളിച്ചെന്നാണ് പറയുന്നത്. എനിക്ക് കേസെല്ലാം ഇത് എന്ന് തീരുമെന്ന് അറിയത്തില്ല അല്ലേ, ഓർക്കുന്നില്ലേ? ആ സമയത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ഇരുന്ന് കരഞ്ഞെന്നേ, ഈ കേസെല്ലാം കൂടെ ഞാൻ എങ്ങനെ തീരുമെന്ന്. അവൻ ഫയലിനകത്ത് പണ്ട് തിരുവല്ലയിലൊരു ജഡ്ജി തൂങ്ങിച്ചത്തതാണ്. ഒരു ഈഴവ ജഡ്ജിയെ കളിയാക്കാൻ വേണ്ടി അവിടെ ബ്ലാങ്കാലെന്ന് പറഞ്ഞാൽ അറിയാമോ, ഈ കൂമ്പ് ഇങ്ങനെ തല്ലാൻ ഉപയോഗിക്കുന്ന എല്ല് കഷണത്തിൻ്റെ പേരാണ് ബ്ലാങ്കാല്, കള്ളുപാള, ഇത്തരം കാര്യങ്ങളെല്ലാം ആ ജഡ്ജിയുടെ വീട് പരിസരത്ത് കെട്ടിത്തൂക്കിയതിന് മനം നൊന്നിട്ട് ഒരു ജഡ്ജി തിരുവല്ലയിൽ പണ്ട് തൂങ്ങിച്ചത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ചരിത്രം പഠിച്ചാൽ മതി. അല്ല, നിങ്ങൾക്കിതറിയാം, ഒരുപക്ഷെ ഇവിടെ ഈ ലൈബ്രറിയിൽ അതിൻ്റെ രേഖകൾ കണ്ടെന്ന് വന്നേക്കാം. നമ്മൾ ചകഞ്ഞാൽ കിട്ടുന്ന ചരിത്രമാണത്. അപ്പോൾ ടി.കെ. മാധവൻ്റെ ജീവചരിത്ര ചരിത്രത്തിൽ അതുണ്ട്. അപ്പോൾ ജഡ്ജി സുപ്രീം കോടതിയുടെ ഫയലിനിടയിൽ ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസ്ഥയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഫാസ്റ്റ് ട്രാക്കുകൾ, കോടതികൾ കോടതികൾ ഫെയർ അങ്ങനെ ഒരു ഫെയർ ആൻഡ് ജഡ്ജ് അങ്ങനെ പറഞ്ഞിട്ട് പദത്തിലത് പറയുന്നുണ്ട്. അതായത് നീതിപൂർവമായ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫയലുകൾ എളുപ്പം തീരണം. നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നീതി കിട്ടാൻ വേണ്ടി നമ്മളൊരു കേസ് കൊടുത്തിട്ട് 25 വർഷം കഴിഞ്ഞ് നമുക്ക് നീതി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ മക്കളെ ആരും തല്ലിക്കൊല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സുരക്ഷയും നീതി ആവശ്യം. പക്ഷേ നമ്മളുടെ മക്കൾ ചത്തിട്ട് ഒരു 25 വർഷം കഴിഞ്ഞ് നീതി, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് നീതി കിട്ടിയെന്ന് പറയാൻ വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ അതല്ല കാര്യം. ഉടൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക എന്ന് പറയുന്നത് നീതി നടപ്പാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതിന് ഫാസ്റ്റ് ട്രാക്കുകൾ വരുന്നു എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം വികസിച്ച് നേരത്തെ വന്നതാണ്, പക്ഷേ പണ്ടൊന്നും ഇല്ലാതിരുന്ന സംവിധാനമാണ്. അതുപോലെ തന്നെ മാധ്യമരംഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ. മാധ്യമരംഗത്ത് പ്രിൻ്റ് മീഡിയ, വിഷ്വൽ മീഡിയ നിന്നും വ്യത്യസ്തമായി എല്ലാ വ്യക്തികൾക്കും അവൻ്റെ ഭാവനകൾക്കും അസ്തിത്വങ്ങൾക്കും അനുസരിച്ച് അവൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും സമൂഹത്തിൽ എത്തിക്കുവാനും തെറ്റുകൾ തിരുത്താനോ തെറ്റുകൾ ചെയ്യുവാനോ ഒക്കെ കഴിയും വിധമുള്ള സോഷ്യൽ മീഡിയ കാര്യമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് വിഷ്വൽ മീഡിയയ്ക്ക് അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്ന് ഇല്ലേ. ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു കലാപം നടക്കുന്നിടത്ത് ഗവൺമെൻറ് സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് നിരോധിക്കുന്നു. എന്തിനാ? അത് ഭരണകൂടം മറച്ചു വെക്കാമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും മറഞ്ഞിരിക്കത്തില്ല, അത് രംഗത്തേക്ക് വരും. എന്നത് തുറക്കുന്നു അന്ന് രംഗത്ത് വരും. മണിപ്പൂരിൽ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ അധികാരത്തെ തിരുത്താൻ കഴിയുന്ന, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന, വ്യക്തികൾക്ക് ശാക്തീകരണ ധാരയിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു സമ്പ്രദായം ഉയർന്നു വരും. അഥവാ ജനാധിപത്യത്തിൻ്റെ ഈ 4 തൂണുകളും പരിവർത്തന സ്വഭാവമുള്ളതാണ്. ഇനിയും ഒരു പുതിയ മേഖലകളൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അത് പാർലമെൻ്ററി ജനാധിപത്യത്തിനകത്ത് ജനപ്രതിനിധികളാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് ഫാസിസം രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത് കൊണ്ട്
ഫാസിസം രൂപപ്പെട്ടു വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ജനപ്രതിനിധികൾ ജനങ്ങളോട് വഞ്ചന ചെയ്യുന്നതിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്താൽ അടുത്ത 5 വർഷത്തേക്ക് പിന്നെ യാതൊരു ചോദ്യം ചെയ്യാനും നമുക്ക് കഴിയില്ല എന്നുള്ളതിൽ നിന്ന് വോട്ട് ബാങ്ക് രൂപീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വഴിയോ ജാതി മത മറ്റ് വംശ എന്തെങ്കിലുമൊക്കെയുള്ള വോട്ട് ബാങ്ക് സമ്പ്രദായത്തിലൂടെയോ ഇവനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നതിലൂടെ അല്ലെങ്കിൽ സവർണാവർണ ഒളിഗാർക്കി വ്യത്യാസത്തിൻ്റെ ഈ ഭരണ സംവിധാനത്തിലൂടെ ജനാധിപത്യത്തെ മറികടന്ന് ഫാസിസത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് തടയിടേണ്ടതുണ്ട്. അത് ഈ മർമ്മസ്ഥാനത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഏതാണ് മർമ്മസ്ഥാനം? ജനപ്രതിനിധികളെ ചോദ്യം ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇങ്ങനെ ചെറിയുള്ള പരിവർത്തനം ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു പരിവർത്തന മേഖലയായ സിവിൽ സമൂഹത്തിൻ്റെ ഇടപെടൽ വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യത്തിനകത്തെ സാധ്യത. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പരിവർത്തന സാധ്യതയുള്ള ജീവൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളെ അത് പരിവർത്തനത്തിലൂടെ അതിജീവിക്കും. ഈ മനുഷ്യന് പണ്ട് നമുക്ക് ഈ കൂടരാമന്മാർ എന്ന് പറയുമല്ലോ, പണ്ട് കാലത്ത് ഇത്രയൊന്നും അല്ല ഉള്ളത്. പണ്ട് കാലത്ത് മനുഷ്യന് ഇതിനൊക്കെ രോമം ഉണ്ടായിരുന്നു. കാര്യം തണുപ്പ് കൂടുതൽ അല്ലേ, അതുപോലുള്ളൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ രോമാവൃതമായ അവസ്ഥ വളരെ കൂടുതലാണ്. അത്രയില്ല ഉഷ്ണമേഖലയിലുള്ള ജീവികൾക്ക്. അപ്പോൾ ഈ പരിണാമമാണത്. കാട്ടുകോഴിക്ക് ചിറകിനാണ് ബലമെങ്കിൽ നാട്ടുകോഴിക്ക് കാലിനാണ് ബലം. അതിൻ്റെ കാര്യം കാട്ടിൽ അധികം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, പറന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നാട്ടിലാണെങ്കിൽ അതല്ല, അത്രയും ശത്രു വരത്തില്ല, ചിറകിൻ്റെ ആവശ്യം കുറഞ്ഞു. പരിണാമമാണ്. തവളയ്ക്ക് നമ്മുടെ മണ്ണിൽ കഴിയാവുന്നത് പോലെ തന്നെ വെള്ളത്തിലും കഴിയാം. അതിൻ്റെ ശ്വാസകോശം ആ രീതിയിൽ രൂപപ്പെട്ട സാധനമാണ്. ഇങ്ങനെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ജീവൻ്റെ പരിണാമം സംഭവിക്കുന്ന പൗരന്മാരില്ല. അതുകൊണ്ട് ബദൽ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിലെ പരിണാമ സാധ്യതയാണ്. അത് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫാസിസം വിജയിച്ചാലും ആത്യന്തികമായി ഇന്ത്യൻ ജനസംസ്കാരത്തിനു മേൽ, ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ജീവിതാവിഷ്കാരത്തിനു മേൽ, ദ്രാവിഡ ആര്യ വ്യത്യാസത്തിനു മേൽ, സവർണ അവർണ വ്യത്യാസത്തിനു മേൽ നൂറ്റാണ്ടുകളുടെ ഇരുട്ട് അടിച്ചേൽപ്പിക്കുന്ന ഫാസിസം അന്തിമ വിജയം ഇവിടെ നേടാൻ അവർക്ക് കഴിയില്ല. ഏറെ രക്തം ഒഴുക്കിയേക്കാം. ഒരിക്കൽ ഒ വി വിജയൻ്റെ പെങ്ങൾ ഒ വി ഉഷയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒ വി ഉഷ ഇങ്ങനെ വളരെ ദുഃഖത്തോടുകൂടി ഇങ്ങനെ അനന്തതയിൽ കണ്ണു നട്ടെന്നൊക്കെ പറയാവുന്നത് പോലെ വളരെ ദൂരേക്ക് നോക്കിയിട്ട് വളരെ വിഷാദ ചിത്തയായിട്ട് ആ ഒ വി ഉഷ പറഞ്ഞാണ്, അപ്പോൾ ഇവർ ഒത്തിരി രക്തം ഒഴുക്കുമല്ലേ. അങ്ങനെ ജീവൻ അധികം നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യം വന്നേക്കാമെന്ന് ഉള്ള ഭീതിയിൽ ജീവിക്കുമ്പോഴും ജനാധിപത്യത്തിൻ്റെ സാധ്യതകളും ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ സാധ്യതകളും പരിണാമത്തിൻ്റെ സാധ്യതകളും ജനാധിപത്യത്തിൽ അതിന് സാധ്യത ഉണ്ട് എന്ന് ഉള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ട് സിവിൽ സമൂഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു സംഭവത്തിലേക്ക്, അതിൻ്റെ ഒരു ഇച്ഛാശക്തിയിലേക്ക് എല്ലാ ആളുകളുടെയും ശ്രദ്ധയും ചിന്തയും വായനയും ഈ വായനശാലയുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇത്രയും കേൾക്കാൻ മനസ്സ് കാണിച്ച, ഇനി ഇതിൻ്റെ ഫിലോസഫിക്കൽ വശമുണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എന്തായാലും ഇത്രയും കേൾക്കാൻ മനസ്സ് കാണിച്ച് ഇത്രയും പറയാൻ അവസരം തന്ന എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ ഒരു രീതിയിൽ ചിന്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.